ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാ 3 ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതാ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എയർ ഫ്രയർ MI എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയറാണ്. അതിൽ ഞാനിതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലോഡർ ഫ്രൈസിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ ഇതാ നമ്മളൊരു പാസ്ത വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ബണ്ണ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സും കൂടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് ചിക്കൻ അടിച്ചിട്ടുണ്ട്. ബോൺലെസ് പീസാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണിനടുത്തായിട്ട് മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഒറിഗാനോ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് വിനാഗിരിയും പിന്നെ 1/4 ടീസ്പൂണിനടുത്തായിട്ട് സോയാ സോസില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ചിക്കൻ ഞാൻ എയർ ഫ്രൈയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബാസ്ക്കറ്റിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ളായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുക. നമുക്ക് എയർ ഫ്രയർ ഓണാക്കി കൊടുക്കാം കേട്ടോ. ഇത് എയർ ഫ്രയറിൽ ചിക്കൻ എന്നുള്ള ഓപ്ഷൻ അടിച്ചിട്ടുണ്ട്. അതിൽ ടൈം ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് 15 മിനിറ്റാണ് വരാൻ. ടൈം ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 7 മിനിറ്റാണ് ടൈം വെച്ച് കൊടുത്തിട്ടുള്ളത്. 7 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫായിട്ടുണ്ട്. നമുക്ക് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇതാ നല്ല ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. 7 മിനിറ്റ് തന്നെ മതി. ഇതാ ഉള്ളെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഞാനിത് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എയർ ഫ്രയർ ഓണാക്കിയിട്ട് നമുക്ക് ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിപ്പം 15 മിനിറ്റാണ് കുക്കിംഗ് ടൈം കാണിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ള ഓപ്ഷനിൽ ടെമ്പറേച്ചർ വരുന്നത് എത്രയാണെന്ന് അറിയാമോ? 200 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അതിൽ 15 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതാ 15 മിനിറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് ഇടുന്നോണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഫ്രഞ്ച് ഫ്രൈസ് ഫുള്ളായിട്ടും ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതിലാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ എയർ ഫ്രൈയിൽ കൊള്ളുന്ന ചെറിയ ബേക്കിംഗ് ട്രേ ഇല്ലേ കേട്ടോ. അപ്പോൾ ഇതിൽ പ്ലേറ്റിലാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ടൊമാറ്റോ സോസോ മയോണൈസോ ചില്ലി സോസോ ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അതിന് മുകളിലായിട്ട് മൊസല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസല്ല ചീസ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാ സ്ലൈസ് ആയിട്ടുള്ള ചീസില്ലേ അത് വെച്ച് കൊടുത്താലും മതി. ഇനിയിപ്പം മൊസല്ല ചീസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ മസാലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാ അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ. അപ്പോൾ ഇതാ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു എയർ ഫ്രയറിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് മാനുവൽ എന്ന ഓപ്ഷനിൽ എടുത്തിട്ട് അതിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ടൈം ഞാൻ വെച്ച് കൊടുക്കുന്നത് 3 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആക്കുന്നതെങ്കിൽ 3 മിനിറ്റ് വെച്ചിട്ട് ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ഇടുന്ന പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ ചീസെല്ലാം നല്ല മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ലോഡർ ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് പ്ലേറ്റ് മാറ്റുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾ പ്ലേറ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്ലേറ്റ് തന്നെ ആയിരിക്കണം കേട്ടോ. നമ്മൾ ഓവനിലെല്ലാം വെക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അത് ചൂടായിട്ട് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ബേക്കിംഗ് ട്രേയിലുണ്ടെങ്കിൽ അതിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലോഡർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതാ പാസ്ത വെച്ചിട്ട് നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്.
ഇതാ ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ഉപ്പും ഓയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/2 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് കുക്കായി പോകണ്ട കേട്ടോ, ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിൽ കുക്കായി കിട്ടണ്ട. പാസ്ത നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനതൊരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ പാസ്തയോ പിന്നെ ഈ ഒരു ടൂത്ത് പിക്കില്ലേ അതിൽ നമുക്കിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെയ്യുന്ന കാണിച്ചു തരാം. ഈ ടൂത്ത് പിക്കിൽ നമുക്ക് ഓരോരോ പാസ്തയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത എടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകാൻ കൂടുതൽ നല്ലത് ഈ ഒരു ഷേപ്പിലുള്ള പാസ്ത ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ടൂത്ത് പിക്കിൽ 4 പാസ്ത ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വലുപ്പത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ സവാള, ബ്ലാക്ക് ഒലീവ്സ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ പാസ്തയില്ലേ ഈ സ്റ്റിക്കിൽ ആക്കിയിട്ടുള്ള അത് വെച്ചുകൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മയോണൈസൊക്കെ വേണമെങ്കിൽ ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാസ്തേൻ്റെ എല്ലാ ഭാഗത്തും കെച്ചപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ സവാള, പിന്നെ ബ്ലാക്ക് ഒലീവ്സ് എല്ലാം ഇല്ലേ അതെല്ലാം വെച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കളറിലുള്ള ക്യാപ്സിക്കം എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒലീവ്സ് ഒന്നും വേണമെന്നൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആക്കിയാൽ മതി. പിന്നെ സവാളയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ ആക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുട്ടികൾ കഴിക്കുമ്പം പ്രത്യേകം പറയണം നിങ്ങൾ ഇതിൽ സ്റ്റിക്ക് ഉണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ ഇതാ അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്ക് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം ഈ സ്റ്റിക്ക് കാണില്ല, അവർ ഫുള്ളായിട്ട് വായിലിട്ട് പോവും. അപ്പം അത് ശ്രദ്ധിക്കണേ. ഇനിയിപ്പം ടൂത്ത് പിക്ക് ഇല്ലെങ്കിലും സാരമില്ല, നമ്മുടെ സാധാ ഓലേൻ്റെ ഈർക്കിലില്ല അതിൽ ആക്കിയെടുത്താലും മതി. ഇനി ഇതാ ചിക്കൻ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ചീസ് വെച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ മൊസല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസ് ഉള്ളെങ്കിൽ അത് വെച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ചീസൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ബാസ്ക്കറ്റിൽ സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഓവനിലും സെയിം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനും എയർ ഫ്രയർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പാനിൽ ഉണ്ടാക്കിയെടുത്താലും മതി. ഇനി നമുക്ക് എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ മാനുവൽ നിന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ 155 ഡിഗ്രി സെൽഷ്യസിൽ 3 മിനിറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എയർ ഫ്രയറിൻ്റെ ടൈമും ടെമ്പറേച്ചറൊക്കെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, അത് നോക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫായിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ചീസെല്ലാം നല്ല മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും നല്ല ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാൻ. നല്ല കാണാനും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ടേബിളിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ആ ടേബിൾ കാണാൻ. അപ്പം ഇൻഷാ അല്ലാഹ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇതാ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബന്നിൽ ഈ ബട്ടർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ബട്ടർ എടുക്കുമ്പം നല്ലൊരു മെൽട്ടായിട്ടുള്ള ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എടുത്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗാർലിക് എല്ലാം ഉണ്ടെങ്കിൽ അതിൽ ഇട്ടുകൊടുക്കാം. അതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്ന റെസിപ്പി. ഇനി ഒരു ബന്ന് എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിക്സില്ലേ അത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ബന്നില്ലെങ്കിലും നമുക്ക് ബ്രെഡിൽ ചെയ്തെടുത്താലും മതി. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമുക്ക് ഇനി എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാനിവിടെ മൊസല്ല ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് എയർ ഫ്രൈൻ്റെ ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ടൈമും ടെമ്പറേച്ചറും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മാനുവലിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റാണ് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബന്നൊരു ക്രിസ്പി ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ ഒരു 2 മുതൽ 3-4 മിനിറ്റ് വരെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ആയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചീസെല്ലാം നല്ല മെൽട്ടായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കുറച്ചൊരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവാൻ. അപ്പോൾ ടൈം നിങ്ങൾ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം കുറേ ഞാൻ എയർ ഫ്രൈറിൻ്റെ വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു